വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാ വരുന്നതെന്നറിയോ? ഇന്ന് അപ്പമ്മയും കുട്ടി ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ് ആ സ്പെഷ്യൽ സംഭവം എന്ന് കാണാം. സ്വന്തമായി വീട്ടിൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതെന്താന്ന് കാണാം അല്ലെ ഗൈസ്? ഇപ്പൊ ഗൈസ് അപ്പമ്മയും കുട്ടിയും കൂടി സ്വന്തമായിട്ടൊരു സ്പാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവര് വലിയൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാന്നാ തോന്നുന്നേ. ഇതാ ഈ കിളിയാന്നുണ്ടോ? എവിടെ എല്ലാരും തിന്ന് പോയി. അങ്ങനെ സ്വന്തമായ സ്പാ കമ്പനി തുടങ്ങിയ സന്തോഷത്തില് ചീക്കുവിന്റെ ഓരോരോ കലാവിരുതുകളെ എന്റെ വിരല് കണ്ടപ്പോ പേടിച്ചോടും. ഈ ഒരുമാതിരി പച്ച ക്യൂട്ടക്സ് ഒക്കെ അടിച്ചിട്ട് ഒരാളും എന്നെ എടുത്ത് വരുന്നില്ല ഗായ്സ്. അതോ നല്ല മറ്റേ മീനാ നമ്മളെ എന്ത് മീനാ? ഈ മീനിനൊക്കെ പേരുണ്ട്. ഈ മീനിന്റെ പേരൊക്കെ അറിയാത്തവരൊന്ന് കമന്റ് ചെയ്യൂ ഗായ്സ്. എന്നാ ഞാൻ പറയില്ലാന്നല്ലേ. അവിടെ ചീക്കു എന്താ ചെയ്യുന്നമ്മേ? മീനിന്റെ ഫുഡ്. അത് കാണിച്ചേ. ഇത് കുറച്ച് ഒരു വലിയ ടൈപ്പ് വലിയ ടൈപ്പ് ഇത് കഴിക്കും. പക്ഷെ ഇത് കാൽച്ചാല് അവര് നല്ലോണം കഴിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ മനസ്സിലാക്കി. ഞാൻ മുതൽ തുടങ്ങിയതാണ് ഈ കമ്പനി. അപ്പൊ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. പെട്ടെന്ന് സംരംഭകയായതാണ് അല്ലേ? ഓഹോ, എന്തായാലും പൊളിച്ച്. അപ്പൊ അതൊക്കെ കഴിക്കുന്നുണ്ടോ? നോക്കി ഇട്ടൊക്കെ. എവിടെ ആരും വരുന്നില്ലല്ലോ. വരുന്നുണ്ട്. ഒന്നും കൂടി ടാലി ആക്കണം, എന്നിട്ടാലേ വരുള്ളൂ. ഇത് നല്ലോണം ചതക്കണം. മെൽറ്റ് ആവണം. എന്താവണം ഇത്? നല്ലോണം മെൽറ്റ് ആവണം. ഇത് എന്താ പറയാ വെച്ചാൽ ഇങ്ങനെ സോഫ്റ്റ് ആയി വരണേ. പുട്ടുപൊടി മാതിരി ഇങ്ങനെ. അയ്യോ, പുട്ടുപൊടി അമ്മ പുട്ട് കഴിച്ച് നല്ല ശീലമുണ്ട് എന്തായാലും. ഇതാണ് എന്റെ ഫുഡ്. ഏത് തിന്നുന്ന സാധനം? ഈ ചമ്മിയാണ് ഇതൊന്ന് ജീവി. ചമ്മി കുരു കാണുന്നുണ്ടെങ്കില് ഇല്ല, കുരു കാണുന്നുണ്ടോ? ഈ കുരു നമ്മളെ കാലിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറ്റാൻ വരും, തിന്നാൻ വരും അല്ലേ? നോക്കട്ടെ. എങ്ങനെ വരും? അത് ശരിയാ. എന്റെ ചാറൊക്കെ കുത്തിച്ചിട്ട കൊണ്ടേ വരും. അപ്പൊ ഇതൊക്കെ ഒരു ട്രിക്കാണ് അല്ലേ? എന്നാ ഞാൻ നോക്കട്ടെ. എന്റെ കാലില് ചോപ്പല്ല, പച്ച കളർ ക്യൂട്ടക്സ് അതിനെ കൊണ്ട് പേടിച്ചിട്ട് ആരും വരുന്നില്ല ഗൈസ്. അമ്മേന്റെ കാല് അങ്ങോട്ട് തരാനോ? എന്റെ കാലില് ആ ഫുഡൊക്കെ എന്റെ കാലിലാക്കി അത് എന്റെ അടുത്ത് വരും എന്നാണ് പറയുന്നത്. നോക്കട്ടെ. എനിക്കറിയൂലേ ക്യൂട്ടക്സ് കാണുമ്പോ അതിന് പേടിയാവും. എന്തായാലും എന്റെ കാല് ഒരു ഓസിയിലൊരു വൃത്തിയായി കിട്ടി ഗൈസ്. എവിടെയാ പോണ്ട? എവിടെയാ മീനിന് അപ്പൊ പോലും വേണ്ടാന്ന്. എന്താ വെച്ചാൽ അമ്മന്റെ കാലിൽ ഈ പച്ച കളർ പെയിന്റ് അടിച്ച പിന്നെ എങ്ങനെ വരാനാ? അത് പേടിച്ചു പോയിട്ടുള്ളല്ലേ? എന്തൊക്കെ കാലിലിട്ടെന്ന്. എടാ വാടാ. വരുന്നുണ്ട്. തിങ്കിടൂ. എന്താണ് താത്തി കൊടുക്കട്ടെ. വന്നേ കത്തി ഇച്ചോടാ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. എന്റെ അമ്മയുടെ കാലിലൊക്കെ നല്ല ഭംഗിയില്ല. എന്ത് ഭംഗിയല്ലേ ഈ ചെടി. നല്ല ജീവൻ തുളുമ്പി നിൽക്കുന്ന. അതുകൊണ്ടല്ലേ തുളുമ്പി നിൽക്കുന്നല്ലേ. ഇതെന്താ? ഏതാണോ? വേരോ? അല്ലിയാമ്പൽ പൂവേ. അല്ലിയാമ്പലില്ല. കണ്ടാവാ സൂപ്പർ. ഇത് താനേ കൊറേ ഉണ്ടായിട്ട് വരും അല്ലേ? പൊട്ടി അപ്പൊ നീ ഇതൊറ്റൊന്നേ കൊണ്ടിട്ടിരുന്നുള്ളൂ? ഈശ്വരാ, എത്ര കാലമായിട്ടും ഞാൻ ഇതൊന്നും എറിഞ്ഞില്ല ഗായ്സ്.
ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അയ്യോ 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 നീ പിട്ടുകുത്തല് മാത്രല്ല വരുന്നില്ല വരണ്ട അതവിടെ ഒന്നോ കുഞ്ചടോ എത്ര കുഞ്ഞാ നോക്കട്ടെ. അതിനേക്കാളും കുഞ്ഞായിട്ടാണ് വളരുത്. അച്ചോടാ അങ്ങനെ പറയാ. ചോടാ ഇതൊക്കെ കുഞ്ഞ എന്ത് കുഞ്ഞല്ലേ. കൊറേ എണ്ണം ഞങ്ങള് വലിച്ചു തരുന്നു. കൊറേ എണ്ണം കാട്ടിലൊക്കെ ഉണ്ട്. എന്ത് കുഞ്ഞാ. ഈ അമ്പലം എങ്ങനെയാന്നറിയോ ഉണ്ടാവുക? ഇതിന്റെ ഈ തലയില്ലേ ഇവിടെ അവിടുന്ന് ഉണ്ടാവുക. ശരി ഈ ഒരു ജോയിന്റ് ഇടുന്നല്ലേ. എന്താ ചീക്കുന്റെ കയ്യില്? അതാണ് ആമ്പൽക്കുട്ടി. ആമ്പലിന്റെ കിഴങ്ങുണ്ട്. ആമ്പൽ കുട്ടിയുണ്ട്. എവിടെ കാണിക്ക്. ആമ്പലിന്റെ കിഴങ്ങോ ആമ്പൽ കുട്ടിയോ അല്ലേ. ഇത് ആമ്പലിന്റെ കിഴങ്ങ്. ഇതാണ് ആമ്പലിന്റെ ഏറ്റവും കുഞ്ഞത്. ഇങ്ങനെ താഴേക്ക് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ടാൽ ഇങ്ങനെ അതങ്ങനെ വലുതാവുമ്പോ ഇതിങ്ങനെ താഴെ അത് അങ്ങനെ വലുതായതാ. കുഞ്ഞിയല്ല ഉണ്ട്. അതാ നിന്റെ അടുത്ത് തന്നെ. അതാ കുട്ടിയല്ല. ഇയാളല്ലേ. അതന്നെ പേര് താഴേക്ക് പോയതായി. ഓക്കെ എന്തായാലും നല്ല രസമുണ്ട്. വയസ്സായാലും അങ്ങനെ ഇരിക്കും, ചെറുപ്പമായാലും ഇങ്ങനെ ഇരിക്കും. ഓക്കെ എന്തായാലും ഈ ചീക്കുവിന്റെ ഈ സെറ്റപ്പ് കൊള്ളാല്ലേ ഗൈസ്. ഒരു തവളച്ചാച്ചനും ഒരു കൊക്കമ്മയും ഉണ്ട് ഗൈസ്. അങ്ങനെ അവര് മീനിനെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ കുഞ്ഞു തടാകത്തിൽ കുഞ്ഞു സ്പാ അടിപൊളിയല്ലേ ഗൈസ്. എനിക്കിഷ്ടമായി. ഞാൻ ഇന്നാ ശ്രദ്ധിച്ചു ആക്ച്വലി. അപ്പമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ കാലിട്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്ന് നോക്കിയത്. അതുകൊണ്ട് നല്ല വെറുതെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് റിലാക്സിന് വേണ്ടിയിട്ട് സ്പാ ചെയ്തുകൊണ്ടിരിക്കാം ഗായ്സ്. എനിക്കൊരു ഡൗട്ട്, ഇതിങ്ങനെ മഴ പെയ്യുമ്പോ ഈ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആവില്ലേ? ഓവർഫ്ലോ ആവും. പക്ഷേ മീനൊന്നും പുറത്തോട്ട് പോകില്ല. അത് മഴക്കാലത്ത് അത് ഇതിന്റെ ഉള്ളിൽ ഇരിക്കും. മഴക്കാലത്ത് പുറത്തൊക്കെ വരും. പക്ഷെ മഴയത്ത് ബോധമുണ്ട്. അമ്മേനാരിയല്ല അമ്മേനെ പോലെ ബോധമില്ലാണ്ടിരിക്കല്ലേ മീനൊക്കെ. മീന് താഴേക്ക് പോകും, മുകളിലോട്ട് വരൂല. മഴ ഞാൻ വെക്കും നല്ല നല്ല മഴയൊക്കെ പെയ്യുമ്പോഴമ്മേ അങ്ങനെ ഓവർഫ്ലോ ചെയ്ത് സേഫ്റ്റി ആയിട്ട് വെള്ളം പോക്കുക. വെള്ളം മുക്കി പാലും ചിലപ്പൊക്കെ. അത്രയ്ക്ക് വെയ്യാത്ത മീനുകളൊക്കെ ഇങ്ങനെ പോകുക. അപ്പൊ ഇങ്ങനെ തൊലി വരും ഇങ്ങനെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പൊട്ടിച്ച് ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ പൊട്ടി പോകും. അപ്പൊ നിനക്ക് ആരും പറഞ്ഞു തരണ്ട, നീ സ്വയം കണ്ടുപിടിച്ച് മാലുണ്ടാക്കിയതാ? പിന്നെ ഞാൻ ഇതിനെ പറ്റിട്ട് നോക്കി. അപ്പൊ പിന്നെ കിട്ടി ഇത് ഇങ്ങനെ രണ്ടിടത്താക്കിയ മാലയാവും. അല്ലാണ്ട് കിട്ടി. ടെക്നിക്ക് എങ്ങനെയാന്ന് കിട്ടി. എന്തായാലും നന്നായി. ഇതൊക്കെ പഠിക്കുന്ന കാര്യത്തിലേക്ക് അറിവൊക്കെ സ്വയമായിട്ട് വന്നിരുന്നെങ്കിൽ ഗായ്സ് എന്തായാലും നന്നായി. ഇനി എന്തായാലും പുറത്തൊക്കെ പോയിട്ട് സ്പാ എല്ലാരും കൂടി ഒരുമിച്ച് കാലിട്ടിങ്ങനെ ഇരിക്കണ്ട അല്ലെ ചീക്കുനി? എന്തായാലും അമ്മയ്ക്ക് വേണ്ടി ചീക്കു സ്വന്തമായിട്ടൊരു സ്പാ കമ്പനിനെ തുടങ്ങി തന്നിട്ടുണ്ട് ഗായ്സ്. അമ്മയ്ക്കും കിട്ടിയില്ലേ. അതുകൊണ്ട് ഇനി അമ്മയും ഇനി ഏത് നേരം നോക്കിയാലും ഇവിടെ കാണൂല, നേരെ സ്പാ ചെയ്യുന്ന സ്ഥലത്ത്. അതെ ഇനി ഈ കാലത്ത്, ഇനി വയസ്സാം കാലത്ത്, ഞങ്ങളുടെ വയസ്സാം കാലത്ത് ഞങ്ങൾ രണ്ടുപേരും കാല് സ്പാ ചെയ്തിരിക്കില്ലമ്മേ. യെസ്. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ കുഞ്ഞു ഹൃദയം തരാൻ മറക്കല്ലേ.